നമുക്ക് ഈ കേസ് ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിന്റെ ഉദ്യോഗസ്ഥരുടെ സൂസൈഡ് ബന്ധപ്പെട്ടുള്ള കേസിൽ അവരുടെ കൂടെ തന്നെ കോവർക്കറായ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ എതിരെ ഇപ്പോൾ കേസ് അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അബേറ്റ്മെന്റ് ടു സൂസൈഡും പിന്നെ ഇത് ഫൈനാൻഷ്യൽ ചീറ്റിംഗ് ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓൺ ദ പ്രിടെക്സ്റ്റ് ഓഫ് മാരേജ് അങ്ങനത്തെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഇൻസ്പെക്ടറുടെ കയ്യിൽ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ACPയുടെ നിർദ്ദേശത്തിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്നുണ്ട്. ഈ സുഖാന്ത് ഈ കേസുള്ള പ്രതിയായ സുഖാന്തിന്റെ പിടിക്കാൻ വേണ്ടി നമ്മൾ 2 ടീം ഫോം ചെയ്തിട്ട് ആളെ പിടിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ശ്രമം എല്ലാം നടത്തിയിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം കിട്ടുന്ന ഇതിന്റെ ഈ കുട്ടിയുടെ പാരന്റ്സ് കൊടുത്ത ഇൻഫോർമേഷൻ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട് കുറെ ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഈ കേസിൽ ഇത് സഡൻ പ്രൊവോക്കേഷൻ സമയത്ത് ഇത് സൂസൈഡ് ചെയ്തതാണ്. അത് ബന്ധപ്പെട്ട എല്ലാ തെളിവും എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ഓഫീസിൽ നിന്നും പിന്നെ ഇത് പാരന്റ്സ് കൊടുത്ത എല്ലാ തെളിവ് രേഖകൾ നമ്മൾ പരിശോധിച്ച് അതിന്റെ ബന്ധപ്പെട്ട ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. സർ, ഈ പെട്ടെന്നുള്ള പ്രൊവോക്കേഷൻ എന്ന് പറയാൻ എന്താണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം എന്തായിരുന്നു? That is still under investigation because we could not specifically tell എന്തൊക്കെ ആയിരുന്നു. ബട്ട് ആ സമയത്ത് കോളുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. പ്രതി കിട്ടിയ ശേഷം ആളിനോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവും. ആ സമയം തന്നെ ആ മൊബൈൽ ട്രെയിൻ തട്ടിയ സമയത്ത് ആ മൊബൈൽ നശിപ്പിക്കുക ആയതുകൊണ്ട് നമുക്ക് അതിന്റെ തെളിവുകൾ ഇപ്പോൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ വെൻ എവർ വി ഗെറ്റ് ദാറ്റ് എവിഡൻസ് ദെൻ വി ക്യാൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെ എക്സാക്ട് റീസൺ ആയിരുന്നു. ഫിനാൻഷ്യൽ ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് ഇയാൾ? അത് ബേസിക് ആയിട്ട് കുറെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അതിന്റെ ഏകദേശം ഒരു 3 ലക്ഷം വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനാൻഷ്യൽ ചീറ്റിംഗ് പിന്നെ അതിന്റെ ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള സെക്ഷൻസ് ഈ കേസിൽ ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ഹാരാസ്മെന്റ് കുട്ടിയുടെ അച്ഛനെ പറഞ്ഞ പോലെ അത് ഹാരാസ്മെന്റ് ഉള്ള നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതില് തുടക്കം മുതൽ ഇയാളെ ആദ്യം അയാൾ അപ്രോണിംഗ് ആവുന്നതിന് മുൻപ് തന്നെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? ബേസിക് നമുക്ക് ആദ്യം സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഇത് തെളിവ് ഇത് ബന്ധപ്പെട്ട് ഒന്നും അറിയുന്നില്ലായിരുന്നു. ഇതെല്ലാം അതിനുശേഷം ശരിക്കും 27th ശേഷം നമുക്ക് ഇത് എല്ലാ കാര്യങ്ങൾ ഇത് പകുതി മനസ്സിലായി. ഇതുവരെ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ അക്കൗണ്ട് എല്ലാ എവിഡൻസ് ചേർത്തിട്ട് നമ്മൾ സെക്ഷൻ ചേർത്തിട്ടുണ്ട്. ആ 24th ആ സംഭവം നടന്ന സമയത്ത് നമുക്ക് ആ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. ദർ വാസ് പ്രൈമ ഫേസി ആ എവിഡൻസസ് ഒന്നുമില്ലായിരുന്നു. ഇയാളിപ്പോ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന ഉണ്ടോ? വിദേശത്തേക്ക് പോയോ എന്നുള്ള സൂചനകൾ ഉണ്ടോ? പ്രത്യേകിച്ച് നമുക്ക് ആ സൂചന ഇല്ല. ബട്ട് നമുക്ക് ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആളെ ഈ വിദേശത്ത് പോവാതെ വേണ്ടി നമുക്ക് ലുക്കൌട്ട് സർക്കുലർ എല്ലാ സ്റ്റേഷൻ തലത്തിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. IBയുടെ സർവൈലൻസിന് ഇയാളില്ലേ? IB എന്താണ് പറയുന്നത്? IB പോലീസിന് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇത് IB പറഞ്ഞ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ അവർക്ക് ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ബന്ധമില്ല. അവർക്ക് അവിടുന്ന് തന്നെ 24th ലാസ്റ്റ് അവർ ആളിനോട് കണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ഈ സുഖാന്തിനോട് അവരുടെ കോൺടാക്ട്സ് ഇല്ല. ഇത് ഈ ഫോണ് പൂർണ്ണമായ ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. സോ അത് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ സ്റ്റിൽ ഇത് റിക്കവറി മോഡിലാണ്. ബട്ട് ആ ഫോൺ ഇല്ലാതെ നമുക്ക് ബാക്കി തെളിവുകൾ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് അത് റിലേഷൻ ആൻഡ് പിന്നെ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്തായിരുന്നു അത് ബന്ധപ്പെട്ടുള്ള നമ്മളെല്ലാം കണക്ട് ചെയ്യാൻ പോകുന്നു. അതിന്റെ ബേസിക് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബേസ്ഡ് ഓൺ ദ ഫർദർ നമുക്ക് ആ പ്രതി കിട്ടിയ ശേഷം നമുക്ക് എല്ലാ ഇത് പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് ബാക്കി ഉറപ്പായിട്ട് എന്തൊക്കെ നടന്നു അത് പറയാൻ പറ്റും. പ്രതിയുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
അതിന്റെ ഈ ഒരു ഫോണ് ഒരു ഐപാഡ് അത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നാണോ വാങ്ങുന്നത്? ആള് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അത് കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ഫാമിലിയും അബ്സ്കോണ്ടിങ് ആണോ അതോ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇയാളുടെ ഫാമിലി അബ്സ്കോണ്ടിങ് ആണ്. നമ്മുടെ ഒരു ടീം ഇയാളുടെ ഇവിടെ വീട്ടിലോ പിന്നെ ഇയാളുടെ റിലേറ്റീവ്സ് ഉണ്ടായുള്ള സ്ഥലത്ത് അവിടെ പോയിട്ട് അന്വേഷിച്ചു, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ബട്ട് 24th മുതൽ അവരുടെ തന്നെ കോൺടാക്ട്സ് ഇല്ല. അതായത് കൊണ്ട് ഇപ്പോൾ ഫാമിലിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഇതുവരെ പറ്റില്ല. ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായിട്ട് റിലേഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? അതെല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിന്റെ അത് ഉണ്ടെങ്കിൽ ഈ കേസുള്ള അതിന്റെ കണക്ഷൻ എന്താണ് അത് നമുക്ക് ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രം പറയാൻ പറ്റും. ഹോസ്പിറ്റലിലേക്ക് അബോർഷന് വേണ്ടി കൊണ്ടുപോയ പെൺകുട്ടിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇറ്റ് ഈസ് ഓൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്റർ ആണ്. സോ ഇത് ഈ ഡിസീസിന്റെ പ്രൈവസിയും ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഐ റിക്വസ്റ്റ് ദാറ്റ് ആ എല്ലാ തെളിവുകൾ പിന്നെ അതുള്ള ഇൻഫർമേഷൻ ഇത് ഒഴിവാക്കെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഇറ്റ് ഈസ് അഗോണി ടു ദ പാരന്റ്സ് ഓൾസോ. സോ ആ രേഖകൾ നമ്മൾ പരിശോധിച്ച ശേഷം അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ക്ഷേത്രം മാത്രം പറയാൻ പറ്റും. ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ നിലനിൽക്കുകയാണ് കോടതിയിൽ. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, അത് ബന്ധപ്പെട്ടുള്ള ഹൈക്കോർട്ടുള്ള നിർദ്ദേശം നമുക്ക് അത് ബന്ധപ്പെട്ട നിർദ്ദേശം ഇല്ല. നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സമില്ല. നമ്മുടെ 2 ടീം ഇയാളെ നോക്കാൻ വേണ്ടി പുറത്തുണ്ട്. എല്ലാ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നെ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 2 ടീമായിട്ട് നമ്മൾ ഇല്ല നോക്കാൻ വേണ്ടി ഇത് ആൾക്കാർക്ക് പുറത്തുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഫാമിലി അടക്കം ഫോൺ സ്വിച്ച് ഓഫ് ആയി നിൽക്കുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. അതിന്റെ ആ സപ്പോർട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പൊ നമുക്ക് കണക്ഷൻ ചെയ്യാൻ ഒന്നും സാധിച്ചിട്ടില്ല. ഇത് ഈ മേജർലി ഇത് ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഇത് തെളിവ് കിട്ടെങ്കിലേ മാത്രം മനസ്സിലാവും. ഈ പെൺകുട്ടി ആദ്യം താമസിച്ചത് ഇവിടെ ആലയ റിസോർട്ടായിരുന്നല്ലോ, പിന്നീട് പെട്ടെന്ന് താമസം മാറുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും മാറുന്ന കാര്യങ്ങളൊക്കെ കിട്ടും? ദാറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ക്ലിയർ. ഇത് നമുക്ക് ഇത് ബന്ധപ്പെട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ ഉള്ളൂ. ബട്ട് അതിന്റെ റീസൺ എന്താണ് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഈ ഫാമിലി ആദ്യം മുതൽ തന്നെ സാമ്പത്തിക ചൂഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പോലീസ് കാര്യക്ഷമമായ ആ നിലയ്ക്ക് ഉള്ള അന്വേഷണം നടത്തില്ല. ഇയാൾ ആ സമയത്ത് വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നല്ലോ, മൊഴിയെടുക്കാമായിരുന്നു. ഇത് നമുക്ക് എല്ലാ വെൻ ദ ഫാമിലി ഹാവ് റേസ് ദിസ് ഇഷ്യൂസ് ദാറ്റ് ടൈം തന്നെ നമ്മുടെ ഇത് ആള് നോക്കാൻ വേണ്ടി തുടങ്ങി. ബട്ട് ദാറ്റ് ടൈം ബിഫോർ ദാറ്റ് ഓൺലി ഹി വാസ് അബ്സ്കോണ്ടിങ്. No, there is no such evidence about it. We are open to all investigation. It is not just restricted to Kerala. Wherever outside also, our investigation team are outside also to look for it.